എന്റെ പേര് നേരത്തെ സൂചിപ്പിച്ച പോലെ അബ്ദുൽ മുയിസ് കടയ്ക്കൽ എന്നാണ്. കഴിഞ്ഞ ഒരു 5 വർഷം 6 വർഷങ്ങളായി കൗൺസിലിംഗ് തെറാപ്പി മേഖലയിൽ, പരിശീലന മേഖലയിൽ വ്യാപൃതനാണ്. And I'm happy to get this topic because I'm a relationship coach too. വളരെ സന്തോഷം ഈ ഒരു വിഷയത്തിൽ തന്നെ ഒരു ക്ലാസ് ലഭിച്ചത്. നമുക്ക് വിഷയത്തിലേക്ക് കയറി കഴിഞ്ഞാൽ, വിവാഹ ബന്ധം ഇവിടെ ഇരിക്കുന്ന ആളുകള്, നമ്മൾ കേൾക്കുന്ന ആളുകൾ, ഓഡിയൻസിലെല്ലാം തന്നെ ആ ഒരു പാർട്ടിസിപ്പേഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഹൗ ക്യൂരിയസ് വി ആർ അബൌട്ട് ദി മാരേജ് റിലേഷൻഷിപ്പ്. അങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. മാരേജ് എന്ന് മാത്രമല്ല, മാരേജ് റിലേഷൻഷിപ്പ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള ആളുകളാണ് നമ്മളെല്ലാം. ഈ ഒരു ക്ലാസ് എടുക്കുന്ന ഞാൻ പേഴ്സണലി, ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലി എൻ്റെ ഒരു പേര് പറയുമെങ്കിൽ പോലും പേഴ്സണലി ഐ ആം ഓൾസോ എ മാരിഡ് മാൻ. സോ ഐ ടു ഹാവ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് റിഗാർഡിംഗ് ദിസ് റിലേഷൻഷിപ്പ്. അപ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യമാണ്, ഇന്ന് ഈ ഷിപ്പുകളുടെ ഒരു കാലഘട്ടം, വ്യത്യസ്തങ്ങളായ റിലേഷൻഷിപ്പുകളുടെ ഒരു കാലഘട്ടം, അത് ഡിസ്റ്റന്റ് ആയിട്ടാണെങ്കിലും സിറ്റുവേഷൻഷിപ്പുകളായിട്ടാണെങ്കിലും ഒക്കെ പുത്തൻ 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 റിലേഷൻഷിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് വ്യക്തമായ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ കുറെയൊക്കെ നമ്മുടെ യുവതലമുറയിൽ അത് മനസ്സിൽ കണ്ട് അവരിൽ അത് വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്ന ആളുകളാണ് നമ്മളെല്ലാം. ഈ ഒരു വിഷയം പറയുന്നതിനോടൊപ്പം ഇതെന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഫാമിലി എന്ന് പറയുന്ന അതിപ്രധാനമായ ഒരു സൊസൈറ്റിയുടെ ബേസിക് സ്റ്റോൺ ഇന്ന് അല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയും അതിൻ്റെ നിലനിൽപ്പ്, എക്സിസ്റ്റൻസ് തന്നെ വല്ലാതെ ബാധിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിന്റെ ഒരു മൂല കാരണം എന്ന് പറയാം. ഇപ്പൊ ഞാനൊരു ചോദ്യം നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ലോകത്തുള്ള മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളില് ഏറ്റവും അടുപ്പം ആവശ്യം ഉള്ളതും ഏറ്റവും അടുപ്പം ഏറിയതുമായ ബന്ധം ഏതാണ് എന്ന് ചോദിച്ചാല് നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റും, അത് വൈവാഹിക ബന്ധം തന്നെയാണ്. അപ്പൊ മാതൃ ബന്ധത്തെ കുറിച്ചിട്ടല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ എല്ലാ വിധത്തിലും കണക്റ്റഡ് ആയിട്ടുള്ള, ഈവൻ സെക്ഷുവൽ ഫാക്ടറുകളിൽ കൂടി കടന്നു വരുന്നത് കൊണ്ടിട്ടാണ് വിവാഹ ബന്ധത്തെ നമ്മുടെ ഇന്ന് അറിയപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാ ബന്ധങ്ങളിലും വെച്ച് ഏറ്റവും അടുപ്പമേറിയതും അടുപ്പം ആവശ്യമായി വരുന്നതുമായ ഒരു ബന്ധമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദ മോസ്റ്റ് ഇന്റിമേറ്റ് സ്പേസ് എ മാൻ ഓർ എ വുമൻ ക്യാൻ എക്സ്പീരിയൻസ്. നമുക്ക് അതാണ് ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു മനുഷ്യന്, അതാണോ പെണ്ണോ ആയിക്കോട്ടെ, അവരുടെ ജീവിതത്തില് ഏറ്റവും അടുത്തൊരു മനുഷ്യനെ അറിയാൻ പണവും യാത്രയും കഴിഞ്ഞാലുള്ള ഒരു മാർഗം അയാളെ കൂടുക, അയാളെ പങ്കാളിയാക്കുക എന്നതാണ്. ഫ്രണ്ട്ഷിപ്പ് കൂടിയല്ല, അവിടെ പോലും ചില പരിധികള്, പരമാവധികളും ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഡിസ്റ്റൻഷിപ്പുകളും സിറ്റുവേഷൻഷിപ്പുകളും ഒക്കെ വിഷയമായി വരുന്നത് അപ്പോഴാണ്. കുറെ കൂടി ലയബിൾ ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ കടപ്പെട്ടും പരസ്പരം ബാധ്യസ്ഥപ്പെട്ടും ചില അവകാശങ്ങളുടെ അടിസ്ഥാനത്തിലുമൊക്കെ ഇത്രയേറെ അടുത്ത് നിൽക്കുന്ന, എല്ലാ വിധത്തിലും സോ ക്ലോസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ്, അത് വിവാഹം മാത്രമാണ്, വിവാഹ ബന്ധം മാത്രമാണ്. അപ്പോ നമ്മുടെ ചോദ്യം ഇവിടെ പ്രസക്തം തന്നെയാണല്ലേ. വെച്ച് കഴിഞ്ഞാല് മനുഷ്യരുടെ ബന്ധങ്ങളിൽ ഏറ്റവും അടുപ്പമേറിയ ബന്ധം ഇതാണെന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിനകത്ത് അംഗീകരിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടാകും. വളരെ കുറച്ചു പേര് മാത്രമേ ചിലപ്പോ അവരുടെ വ്യക്തിപരമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോ അതിനെ എതിർക്കുകയുള്ളൂ. അതിന് പ്രധാന കാരണം ഞാനിവിടെ ഉന്നയിച്ചത്, വിവാഹ ബന്ധമാണ് ഏറ്റവും നല്ല ബന്ധമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. വിവാഹ ബന്ധം എല്ലാം വിജയകരമായിരിക്കും എന്നിവിടെ പറഞ്ഞിട്ടില്ല. വിവാഹ ബന്ധം അത് വളരെ ശ്രേഷ്ഠവും അതുപോലെ പവിത്രവുമാണ് എന്ന രീതിയിലുള്ള നമ്മുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള പ്രയോഗങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. ഞാൻ സൂചിപ്പിച്ച ഇത്ര മാത്രമാണ്,
മനുഷ്യരുടെ ബന്ധങ്ങളിൽ ഏറ്റവും അടുപ്പമേറിയ ബന്ധം, അടുപ്പം ആവശ്യമായി വന്നേക്കാവുന്ന ബന്ധം, ഇത്രയും ഇന്റിമേറ്റ് സ്പേസ് ആവശ്യപ്പെടുന്ന ഒരു ബന്ധം, അത് വിവാഹ ബന്ധം തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോ ഒരാളെ മനസ്സിലാക്കാൻ ഉള്ള, ഇത്രയും അടുത്ത് മനസ്സിലാക്കാനുള്ള ഏക മാർഗമാണ് ഇത് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കാൻ, അതുകൊണ്ട് തന്നെ ഏറ്റവും റിസ്ക് ഏറിയ ഒരു ബന്ധവും കൂടിയാണിത്. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തില് അധിക പേരും ഈ ഇന്റിമേറ്റ് സോൺ, വളരെ ക്ലോസ് ഇന്റിമേറ്റ് സോൺ ഹാൻഡിൽ ചെയ്യാൻ വല്ലാതെ അസ്വസ്ഥരാണ്. അവിധത്തിൽ പരസ്പരം ചേർന്ന് ഇന്റിമേറ്റ് സ്പേസ് ഷെയർ ചെയ്യാൻ പല ആളുകളും അതിനകത്ത് വരുന്ന റൈറ്റ്സ്, അതിനകത്ത് വരുന്ന ലയബിലിറ്റീസ്, ഈ വിഷയങ്ങളിൽ ഒരുപാട് ഇന്നത്തെ സാഹചര്യത്താൽ ലിബറൽ, അതേപോലെ തന്നെയുള്ള റാഡിക്കൽ ആയിട്ടുള്ള ഫെമിനിസ്റ്റ്, അല്ലെങ്കിൽ അതുപോലെയുള്ള ലിബറൽ ആയിട്ടുള്ള ടോട്ടൽ നമ്മുടെ കൾച്ചർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഇന്ന് നമ്മുടെ ഒരു മൈൻഡ്, ടോട്ടൽ വേൾഡ് മൈൻഡ് ഇന്റിമേറ്റ് സ്പേസുകൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇൻഡിവിജ്വാലിറ്റികളെ, വ്യക്തിബോധത്തെ മാത്രം ഊതിക്കത്തിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് നമുക്ക് ആളുകളുടെ കുറവുകളെ മനസ്സിലാക്കി കുറവോടുകൂടി തന്നെ അവരുടെ കുറവിൽ ഒപ്പം നിന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അവരുടെ ഇന്റിമസി സ്പേസുകൾ ഷെയർ ചെയ്യാനും പരസ്പരം സഫർ ചെയ്യാനും പരസ്പരം ലവ് ചെയ്യാനും ഒക്കെ മെനക്കെടുന്നത് കുറവാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ യുവതലമുറ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇന്റിമേറ്റ് സ്പേസിനെ അവർ വല്ലാതെ ഭയക്കുന്നു. അപ്പൊ അടുത്ത് നിന്നിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നത്തെ സാഹചര്യത്തില് നമ്മുടെ വിവാഹ ബന്ധങ്ങൾ പരാജയപ്പെടുന്നതിന്റെ ഒരു അടിസ്ഥാന കാരണങ്ങളായിട്ട് നമുക്ക് ഈ ഒരു ചോദ്യം നമുക്ക് പറയാനായിട്ട് പറ്റും. അടുത്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, അനുഭവിക്കാൻ പറ്റുന്നില്ല. ദേ ആർ നോട്ട് ഇമോഷണലി കണക്റ്റഡ്. പല വിധത്തിലും ഈ ഒരു ഇന്റിമേറ്റ് സ്പേസ് കീപ്പ് ചെയ്യാൻ, ഇന്റിമസീസ് അതിനെ ചുറ്റി ഇന്റിമേറ്റ് സ്പേസിൽ നിൽക്കുമ്പോൾ, വളരെ അടുത്ത് നിൽക്കുമ്പോൾ, ചേർന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ നേരിടാൻ ഇന്ന് പൊതുവെ ആളുകൾ എന്താണ്, വിമുഖരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇമോഷണലി ഡിസ്കണക്റ്റ് ആയി നിന്നുകൊണ്ട് അത് തന്നെയാണ് മറ്റുള്ള ബന്ധങ്ങളെല്ലാം കാണിക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന പാർട്ട്ണർഷിപ്പ് ഉൾപ്പെടെ, ലിവിങ് ടുഗദർ ഉൾപ്പെടെയുള്ള ബന്ധങ്ങളിലെല്ലാം തന്നെ അവിടെ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദേ ആർ പേർപ്പസ്ഫുള്ളി കീപ്പിംഗ് എ ഗ്യാപ്പ് ഓഫ് ഇമോഷണൽ ഡിസ്കണക്ഷൻ. ദാറ്റ് മീൻസ് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യില്ല, ചോദ്യങ്ങളോ അവിധത്തിലുള്ള ഇന്ററപ്ഷൻസോ ഒന്നുമില്ല. അവിടെ ഒരാളെ കറക്റ്റ് ചെയ്യാനോ മറ്റൊരാളെ കറക്റ്റ് ചെയ്യപ്പെടാനോ വിധത്തിലുള്ള ഒരു സ്പേസേ അവിടെ ഇല്ല. ആ ഒരു റൈവലറി അല്ലെങ്കിൽ അവിടെ അത്തരം ഒരു കലഹം, അത്തരം ഒരു പ്രശ്നം അവർക്കിടയിൽ ഉണ്ടാകുന്നില്ല എന്നതിന്റെ കാരണം ഈ ഇമോഷണലി ഇന്റിമേറ്റ് സ്പേസ് അവർ ഷെയർ ചെയ്യുന്നില്ല എന്നതാണ്. സോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ചോദ്യം ഇതാണ്, പരസ്പരം അനുഭവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ പല റിലേഷൻഷിപ്പുകളും മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്നത് എവിടെയായിരിക്കും? ലോകത്തെ ഏറ്റവും അധികം ഇന്റിമസി ആവശ്യമായി വരുന്ന, ഏറ്റവും അധികം സീക്രട്ട് സ്പേസ് ഷെയർ ചെയ്യുന്ന, ഏറ്റവും അധികം അടുപ്പം ആവശ്യമായി വന്നേക്കാവുന്ന ഒരു ഇടമായത് കൊണ്ട് തന്നെ അവിടെ തന്നെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുക. അതിൽ യാതൊരു സംശയമില്ല. എന്താ കാരണം? ബിക്കോസ് ഇഫ് ദർ ഇസ് നോ ഇമോഷണൽ കണക്ഷൻ ദെയർ, ദീസ് ടു പീപ്പിൾസ് ഫീൽ എ കൈൻഡ് ഓഫ് അൺസീൻ. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത വിധത്തിൽ. ഓക്കെ, ഐ എം നോട്ട് സേയിങ് എ കൈൻഡ് ഓഫ് സീയിങ് ത്രൂ ഐസ്, അതല്ല. അതിനും അപ്പുറം പരസ്പരം അറിയാൻ, മനസ്സിലാക്കാൻ, എന്തോ ഈ വിധത്തിൽ അറിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ, പരസ്പരം സഹായിക്കേണ്ടുന്ന അവസ്ഥ വന്നാൽ ദയയോടുകൂടി പരസ്പരം നോക്കുക എന്ന ആവശ്യകതയോ കരുണയോടുകൂടി പരസ്പരം പരിഗണിക്കുക എന്ന ആവശ്യമൊക്കെ ഇന്ന് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് കരുതുന്നു എന്നത് കൊണ്ടിട്ട് ഈ ഒരു ഇന്റിമസി സ്പേസിനെ ആളുകള് പരമാവധി ഒരു ഫ്രീസ്ഡ് സിറ്റുവേഷനിലാണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒറ്റപ്പെടലിന്റെ ഉത്ഭവം എവിടെയാണെന്ന് നമുക്ക് ഇന്ന് ആലോചിച്ചാൽ, ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഒറ്റപ്പെടലിന്റെ ഉത്ഭവം എവിടെയെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഫാമിലിക്ക് അകത്തു നിന്ന് തന്നെയാണ്. വി ആർ സീയിങ് അവർ പാരന്റ്സ് ഇൻ എ ഡിസ്കണക്റ്റഡ് മോഡ് ആൻഡ് വി ourselves cannot see happiness in between them. So we are also looking to that kind of relationships to be more
കൈൻഡ് ഓഫ് എന്താ പറയാ, എന്നാൽ ആ ഒരു ഇന്റിമസി സ്പേസ് മാറ്റി വെച്ചുകൊണ്ടുള്ള റിലേഷൻഷിപ്പുകൾ വളരെ 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 നിസ്സാരമായ താൽക്കാലികമായ റിലേഷൻഷിപ്പുകളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു, ചെന്നുപെടുന്നു. ആൻഡ് അഗെയിൻ ദേ ആർ ഗെറ്റിംഗ് ഇൻ ട്രാപ്പ്. അവിടെ ചെല്ലുമ്പോഴാണെന്ന് എന്ത് ചെയ്യുന്നു, വീണ്ടും ഇവർ തമ്മിലുള്ള ഈ ഇന്റിമസി പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്, പരസ്പരം ഉത്തരവാദിത്തപ്പെടുന്നതിന്, ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനൊക്കെ അവിടെ അവർ പരിധികൾ വെക്കുന്നു. ചോദിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, ഈ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല, ആ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. അങ്ങനെ ഇമോഷണൽ ഡിസ്കണക്ഷൻ ഒരു പ്രീ എഗ്രിമെന്റ് ആക്കി വെച്ചുകൊണ്ടാണ് ഇന്ന് പല വിധത്തിലുള്ള റിലേഷൻഷിപ്പുകൾ നടന്നു പോകുന്നത്. പക്ഷെ വിവാഹം അങ്ങനെയല്ല. It gives a kind of rights and liabilities to mutual teams, രണ്ടു പേർക്കും. അതുകൊണ്ട് അത് ഇത്തിരി ശ്രമവും അധ്വാനവും വേണ്ട ബന്ധങ്ങളാണ്. അതുകൊണ്ട് അവരടുത്തുണ്ട്, അവർക്കത് അനുഭവിക്കാനാവുന്നില്ല എന്ന ആ ഒരു അവസ്ഥ. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? That means I think you can see this emotional disconnection. സൈക്കോളജിയിൽ നമുക്കിത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആൻഡ് ഇമോഷണൽ ഡിസ്കണക്ഷൻ എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ. അതിൽ ഇമോഷണലി അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിധത്തിൽ അയാളെ സെപ്പറേറ്റ് ചെയ്താൽ ഉണ്ടായേക്കാവുന്ന കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം വേണമെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ഡിസ്കണക്ഷൻ എന്ന് പറയാം. അതായത് നോട്ട് ഏബിൾ ടു ഓർ നോട്ട് വില്ലിംഗ് ടു ഷെയർ ദെയർ ഇന്റിമേറ്റ് സ്പേസ്. അവർക്കിടയിൽ എന്തുണ്ട്? അവർ തന്നെ പേർപ്പസ്ഫുള്ളി ഫോം ചെയ്തിരിക്കുന്ന ഒരു ഡിസ്കണക്ഷൻ ഉണ്ട്. ഇമോഷണലി ദേ ആർ നോട്ട് ലയബിൾ ടു ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണനകൾ ആ വിധത്തിലില്ല. അപ്പോ ഏത് ഉദാത്തമായ വിവാഹ ബന്ധത്തിലും ഇത് സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ എന്താ പഠിക്കേണ്ടത്? ശരിക്കും വിവാഹ ബന്ധങ്ങളില് പിന്നെ ആദ്യം പഠിക്കേണ്ടതെന്ന് പറയപ്പെടുന്നത് ഒറ്റപ്പെടുക എന്ന വിഷയത്തിലുള്ള ഒരു പരിശീലനമാണ്. അതിനായി തയ്യാറാവുക എന്ന്. നമ്മളെ കേൾക്കാൻ ചില സമയങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കാനും കാണപ്പെടാതിരിക്കാനും മനസ്സിലാക്കപ്പെടാതിരിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് വിവാഹ ബന്ധങ്ങളിൽ ഒറ്റപ്പെടലുകൾ നമ്മൾ ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് വലിയൊരു രോഗമല്ല എന്നാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. മനസ്സിലാക്കി തരുന്നത് ഇറ്റ്സ് എ കാഷ്വൽ തിങ്. സ്വാഭാവികമായും ഈ ബന്ധത്തിൽ ഇത് നോർമലാണ്. ഈ ഒറ്റപ്പെടൽ എന്നത് ഒരു നോർമലാണ്. പക്ഷെ അവർ മീഡിയാസ് ആൻഡ് സോഷ്യൽ മീഡിയാസ് ആർ ഗെറ്റിംഗ് ബൂസ്റ്റിംഗ് ഇറ്റ് ആൻഡ് മേക്കിംഗ് ഇറ്റ് ഇൻഫ്ലേറ്റഡ്. നമ്മളോട് പറയാണ് ഒറ്റപ്പെടൽ ഉണ്ടാക്കും, ഒറ്റപ്പെടലിന്റെ കാരണം വിവാഹ ബന്ധമാണ്, ലൈക്ക് ദാറ്റ്. പക്ഷെ ഇതൊരു അനിവാര്യമായ ഒരു സ്റ്റേജ് ആണ് ഇൻ എ മാരേജ് കണക്ഷൻ. അതിന്റെ പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്താ? ആൻഡ് ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് വെയർ ദീസ് ഇന്റിമേറ്റ് സ്പേസ്, ദിസ് ഇന്റൻസ് ഇന്റിമേറ്റ് സ്പേസ് ഡിമാൻഡ്സ്. അപ്പോ നമ്മൾ എന്താ ഇതിന് മനസ്സിലാക്കേണ്ടത്? ഞാൻ പറഞ്ഞു, ഒറ്റപ്പെടാൻ തയ്യാറാവാത്തവർ വിവാഹ ബന്ധങ്ങൾക്ക് മുതിരുമ്പോ അവരിൽ ഉണ്ടായേക്കാവുന്ന പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളും ചിലപ്പോ അവരുടെ വിവാഹ മോചനങ്ങളിലേക്കും അല്ലെങ്കിൽ വിവാഹ വേർപിരിയലുകളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു, എത്തിക്കുന്നു. ധാരണകളില്ലാത്തതിന്റെ ഒരു അവസ്ഥ. വിവാഹത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും കൃത്യമായ എഡ്യൂക്കേഷൻ നമ്മുടെ തലമുറകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നത് വലിയ ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു. മരിയ റീൽക്കെ പറയട്ടെ, അവർ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: പ്രണയിക്കാനുള്ള ശേഷി എന്നാല്, അഥവാ സ്നേഹിക്കാനുള്ള ശേഷി എന്നാല്, ഈ പ്രണയിക്കാൻ എന്നുള്ള വാക്കെടുത്ത് മാറ്റട്ടെ, സ്നേഹം, അത് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. സ്നേഹം അതിനുള്ള ശേഷി എന്നാല് ഒറ്റപ്പെടാനുള്ള ശേഷി തന്നെയാണ്. കാര്യം വി ഷുഡ് നോ ദാറ്റ് അറ്റ് സം പോയിന്റ് വി വിൽ ഗെറ്റ് ലോൺലി തന്നെയാണ്. അതൊരു വിമോചനമാണ്. ആ തിരിച്ചറിയലേ, ശരിക്കും ആ ഒരു തിരിച്ചറിവാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ചുകൂടി ഫ്രീ ആക്കുന്നത്. എന്താ? യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രീഡം. ലൈക്ക് ഓക്കെ, ആ ഫ്രീഡം ആണ് നമുക്ക് മെച്യൂരിറ്റി തരുന്നത്. അടുത്തതായിട്ട് വിവാഹ ബന്ധത്തില് നമുക്ക് ഒറ്റപ്പെടല് എന്നാലെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് എന്നത് കുറച്ചും കൂടി നമുക്ക് ആഴത്തിലെന്ന് നോക്കാം. അതായത് ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ ഇവിടെ കൂടെ ആളില്ലെന്നോ, അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയോ ഗൾഫിലാണെന്നോ, അല്ലെങ്കിൽ രണ്ടുപേരും ജോലി അടിസ്ഥാനത്തിൽ വേർപിരിഞ്ഞ് ജീവിക്കുകയാണെന്നോ, ഫിസിക്കലി ഒരു സെപ്പറേഷനെ കുറിച്ച് മാത്രമല്ല. ഈവൺ ഇഫ് ദേ ആർ ഫിസിക്കലി സെപ്പറേറ്റഡ്, ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാലോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ള കാലഘട്ടമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൂരത്തിരുന്നാൽ പോലും ദേ ക്യാൻ കണക്റ്റഡ് ഇമോഷണലി.
അത് സാധ്യമാണ്, അതിന്റെ സാധ്യമായ മീഡിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ മുമ്പത്തെ പോലും കൂടിയല്ല, കുറെ അധികം ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് സാധ്യമാണെന്ന് നമുക്ക്. പക്ഷെ ഫിസിക്കൽ ആബ്സെൻസിനെ കുറിച്ചല്ല അപ്പൊ പറഞ്ഞു വരുന്നത് നമുക്ക് മനസ്സിലായില്ലേ? എന്താ സംഭവം? അവർ ദൂരത്താണെങ്കിലും അടുത്താണെങ്കിലും അനുഭവിക്കാൻ പറ്റണ്ടേ? അവരുടെ പ്രസൻസ് അനുഭവിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരെ നമ്മൾ ആഗ്രഹിക്കണമല്ലോ. അപ്പൊ അറ്റാച്ച്മെന്റ് തിയറി ഇങ്ങനെയാണ് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് സുരക്ഷിത ബോധവും പൊരുത്തവും ഊഷ്മളതയുടെ അടയാളമാണ്. അവർക്കിടയിലുള്ള ഒരു എന്താ പറയാ, അവരുടെ ഏറ്റവും ഈസിനെസിന്റെ, അവർക്കിടയിലുള്ള ഒരു സുഗമമായ അല്ലെങ്കിൽ വളരെ സ്മൂത്ത്നെസിന്റെ ഒരു പ്രീ റിക്വസിറ്റ് ആണതെന്ന് പറയുന്നത്. പരസ്പരം സുരക്ഷിത ബോധവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഇണക്കവും പൊരുത്തവും ഒക്കെ. ദാറ്റ് മീൻസ് മനസ്സിലാവലുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു മനസ്സിലാവലുകൾ. സ്വാഭാവികമായിട്ടും ഇതെന്താണ് അവർക്കിടയിലുള്ള കണക്ഷന്റെ ഊഷ്മളമാക്കുന്ന, അതിനെ കുറച്ചുകൂടി ഒന്ന് ദാറ്റ് മീൻസ് വൈബ്രന്റ് ആക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ഞാൻ പറഞ്ഞതല്ല, അറ്റാച്ച്മെന്റ് തിയറി പറയുന്നതാണ്. മറ്റൊരു കാര്യം അറ്റാച്ച്മെന്റ് തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അകൽച്ചയുള്ള ബന്ധങ്ങൾ അടുത്തിരുന്നാലും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതാണ്. ഈ അസ്വസ്ഥതകൾ ആർഗ്യുമെന്റ്സ്, എ കൈൻഡ് ഓഫ് എന്താ പറയാ, ടോക്ക് ഓർ ഡിബേറ്റ് അതല്ല. അല്ലെങ്കിൽ ആ വിധത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമർത്ഥിക്കാനുള്ള വർത്തമാനങ്ങൾ, പലപ്പോഴും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേൾക്കാൻ ആളുകളില്ല, പറയാൻ മാത്രം ആളുകളാണ്. രണ്ടുപേരും അവരവരുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അകൽച്ചയുള്ള ബന്ധങ്ങൾ അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വിധത്തിൽ ഭയങ്കര ഒരു പ്രിക്കി സിറ്റുവേഷൻ ആണ്, നമുക്ക് അങ്ങനെ പറയാം. കുത്തിക്കൊള്ളുന്ന ഒരവസ്ഥ. കാണുമ്പോ തന്നെ ചതുർത്ഥിയാണ്, കാണുമ്പോ തന്നെ ഒരു വല്ലാത്തൊരു എടങ്ങേറാണ് നമുക്ക് ആളുകളെ പരസ്പരം. അപ്പൊ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ ഒക്കെ കാണുമ്പോഴേക്കും കാര്യം എന്താണ്? അവരുടെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട സംഭവം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇമോഷണൽ ഡിസ്കണക്ഷൻ. പിന്നെന്താ നഷ്ടപ്പെട്ടിരിക്കുന്നത്? അവരുടെ തിരിച്ചറിവുകൾ. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്, വിവാഹ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മ. അതിനുമപ്പുറം ഒരുപാട് ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ലൈഫ് ഇമാജിനേഷനിലുള്ള ഒരുപാട് ഐഡിയേഷൻസ് സംഭവിക്കുക. ഐഡിയൽ ലോകത്താണ്. ദാറ്റ് മീൻസ് ഒരു ഫിഗർ നമ്മൾ കണ്ടുവെക്കുന്നു, ഒരു ഇമേജ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. അത് മാറ്റി നിർത്തി റിയാലിറ്റിയിലേക്ക് വന്ന് ആ ഒരു റിയലൈസേഷനിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളത്. പക്ഷെ അത് സംഭവിക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? ഒറ്റപ്പെടല് നമുക്ക് കാണാനാവുന്ന ഒന്നല്ല. അത് പലപ്പോഴും ഫിസിക്കലി വരുന്നത് സ്ട്രെസ്ഡ് ഫോമിലും നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഫോമിലൊക്കെയാണ്. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത്, അങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യപ്പെടുക. പക്ഷെ പൊതുവെ ഇത് ഭയങ്കര ഇമ്മെഷറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ദാറ്റ് മീൻസ് അൺസീൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ അത് കാണാനാകുന്നില്ല. നേരെ മറിച്ച് ഉള്ളിലേക്ക് നോക്കുമ്പോൾ മാത്രം കാണുന്ന ഒരു വാക്വംനെസ് ആണ്, എ കൈൻഡ് ഓഫ് ശൂന്യത. ഓക്കെ, സോ നമുക്ക് ഒറ്റപ്പെടലിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി എന്താണ് മനഃശാസ്ത്രത്തിന് പറയാനുള്ളതെന്ന് ഒന്നുകൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ക്ലാരിറ്റി ചിലപ്പോൾ കിട്ടും. അതായത് ഈ ഒറ്റപ്പെടലിനെ കുറിച്ചിട്ട് ആദ്യത്തെ ഒരു ലക്ഷണമായിട്ട് മനഃശാസ്ത്രം പറയുന്നത് എന്താ അറിയോ? ആശയവിനിമയം ഉണ്ടല്ലോ, കമ്മ്യൂണിക്കേഷൻ, അത് അങ്ങ് താറുമാറായി കിടക്കുന്നുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൺവേ ചെയ്യുന്നില്ല, ഒരാൾ മറ്റേയാളെ കേൾക്കുന്ന ഒരവസ്ഥയില്ല. പറയുക എന്ന പ്രോസസ്സ് മാത്രം നടക്കുന്ന എ കൈൻഡ് ഓഫ് നമ്മുടെ അന്തിചർച്ചകൾ പോലെ ചാനലുകളിൽ നടക്കുന്ന, വാർത്താ ചാനലുകളിൽ നടക്കുന്ന, അവരവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും മാത്രം പറയുന്നു. മറ്റൊരാളുടെ ആവശ്യത്തെയും അവകാശത്തെയും കുറിച്ച് കേൾക്കാൻ മനസ്സില്ലാത്ത വിധത്തിൽ, അവരെ കണക്ട് ചെയ്ത് നിർത്തുന്ന ലവ് എന്ന ആ ഇമോഷൻ അവർ പ്രാധാന്യമില്ലാത്ത വിധത്തിൽ ദേ ആർ ഡിസ്കണക്റ്റഡ്. അപ്പൊ മനസ്സിലാക്കാനല്ല അവർ കേൾക്കുന്നത്, പകരം എന്താ, ചിലതെല്ലാം പറഞ്ഞിട്ട് പോകാൻ വന്നതാണെന്ന മട്ടാണ്. എനിക്ക് ഇതൊക്കെ പറയാനുണ്ട്, ഇതൊക്കെ പറഞ്ഞു തീർക്കും, ഞാൻ പറഞ്ഞു തീർക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രവണത. അപ്പൊ ഇത് ഫസ്റ്റത്തെ ലക്ഷണം എന്തിന്റെ? ഈ ഒറ്റപ്പെടലിന്റെ, പരസ്പരം ഒറ്റപ്പെടലിന്റെ, അങ്ങോട്ടും ഇങ്ങോട്ടും അൺസീൻ ആണ്, പരസ്പരം കാണുന്നില്ല, പരിഗണിക്കുന്നില്ല, കേൾക്കുന്നില്ല എന്നതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ എന്താ, കുറച്ച് മനഃശാസ്ത്രം പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതായത് നല്ലൊരു ശ്രോതാവ് ഉണ്ടല്ലോ, ഒരിക്കലും ഇടക്ക് കയറില്ല, കീറി മുറിക്കില്ല. അതായത് കോടതിയിൽ എന്ന പോലെയാണ് സംസാരങ്ങൾ. പറയുന്നതിനെയൊക്കെ കീറി മുറിച്ച് അതിനകത്തുള്ള യുക്തിയും അതിനകത്തുള്ള ലോജിക്കും പരതി അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ നമ്മൾ കോടതിയിൽ വക്കീലന്മാര് ചെയ്യുന്നത് പോലെ
പിന്നെ ക്ലെയിം ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചും അതിനെ തർക്കിച്ചും സമർത്ഥിക്കാനുള്ള ഒരു വിധത്തിലുള്ള കോർട്ട് റൂമായി മാറും. നല്ലൊരു ശ്രോതാവിന്റെ ക്വാളിറ്റി ആയിട്ട് മനഃശാസ്ത്രം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്ക് കയറില്ല, അതൊരു സാമാന്യ മര്യാദയല്ല. മറ്റൊന്നെന്താണ്, അത് കീറി മുറിച്ച് മറ്റേ ആള് പറഞ്ഞതിലെ ഇല്ലോജിക്കും അഥവാ യുക്തിയില്ലായ്മയും ബുദ്ധിയില്ലായ്മയും അയാളെ എவ்விധത്തിൽ പറഞ്ഞതിനെല്ലാം അതിന്റെ നിസ്സാരതയൊക്കെ വരുത്തി അയാളെ എന്ത് ചെയ്യുക, പിന്നെ ദാറ്റ് മീൻസ് അവരെ കീഴടക്കുക എന്ന ഉദ്ദേശം. എന്നെ ഇയാൾ അല്ലെങ്കിൽ ഇവൾ സ്നേഹിക്കുന്നില്ല എന്ന ചിന്ത എന്ത് ചെയ്യുന്നില്ല, തിരുത്തപ്പെടുന്നില്ല. ഇതൊരിക്കലും അവിടെ പൊറുക്കപ്പെടാതെ അല്ലെങ്കിൽ പിന്നെ സോൾവ് ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ്. നമ്മുടെ മുമ്പിൽ വരുന്ന ഫാമിലി തെറാപ്പിക്കും കപ്പിൾ തെറാപ്പിക്കൊക്കെ എന്റെ മുമ്പിൽ വരുന്ന കേസുകളിൽ ഈ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടല്ലോ, ഇത് മാറ്റിയെടുക്കാൻ ഭയങ്കര പാടാണ്. എന്താ കാര്യം, ഈ ഒരു ചിന്ത മാറാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല. അത് തന്നെയാണ് പ്രധാന കാരണം. അടുത്തിരിക്കുമ്പോൾ മിണ്ടാട്ടം മുട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. മിണ്ടില്ല, പലതും പറയാനുണ്ടാകും, പക്ഷെ പറയുന്നതൊക്കെ പലപ്പോഴും അവരുടെ ആവശ്യങ്ങളും മറ്റു കാര്യങ്ങളും മാത്രമാണ്. അതായത് പയ്യെ ഒരു സഹജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈക്കിൾ ജീവിതമായി മാറുന്ന ഒരവസ്ഥ. കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ജസ്റ്റ് ടോളറേറ്റ് ചെയ്ത് പോവുക, അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. എന്താ കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ ഡിസ്കണക്ഷൻ, അതേപോലെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ. കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ബേജാറാവേണ്ട കാര്യം അത് ഇത്രയേ ഉള്ളൂ. ചിന്താശേഷിയിൽ നമ്മൾ നിർബന്ധവശാൽ കറക്റ്റ് ചെയ്യാതെ തിരുത്താതെ നമ്മൾ വച്ചിരിക്കുന്ന ചില പിടിവാശി ചിന്തകൾ അതങ്ങനെ നിൽക്കുമ്പോൾ. മറ്റൊന്നെന്താണ്, ഏറ്റവും സാമാന്യമായ വിധത്തിൽ ആശയവിനിമയ കാര്യത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന കുഞ്ഞു കുഞ്ഞു മര്യാദകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നില്ല. എന്തിനാ ഇതൊക്കെ മനഃശാസ്ത്രം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ബോസും ഒരു പിന്നെ ഒരു ഓഫീസ് സ്റ്റാഫും അല്ലെങ്കിൽ ഒരു ലീഡറും അല്ലെങ്കിൽ അയാളുടെ ഫോളോവറും അതല്ലെങ്കിൽ ഒരു ഇങ്ങനെ നമ്മുടെ ലോകത്ത് അറിയപ്പെടുന്ന പിന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിലെല്ലാം തന്നെ നമുക്ക് അവിടെ എന്താവശ്യമാണ്, കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. എല്ലാം നമുക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതിനിടയിൽ അതിനു വേണ്ടി മാത്രം ഇന്ന് ഒരുപാട് കോച്ചുകളുണ്ട്, ഒരുപാട് ആളുകൾ ട്രെയിനിങ്സ് കൊടുക്കുന്ന ആളുകളുണ്ട്, ബിസിനസ് മേഖലയിലുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഒന്ന് നോക്കൂ, അതിനേക്കാൾ ഉപരി അപ്പുറം ഫാമിലി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഫാമിലി സിസ്റ്റത്തിൽ വരേണ്ട രണ്ട് ആളുകൾ. ഈ രണ്ട് ആളുകൾ ഏറ്റവും ഇന്റിമേറ്റ് സ്പേസ് ഷെയർ ചെയ്യേണ്ടവരാണ്, ഏറ്റവും അധികം പരസ്പരം പിന്നെ പങ്കുവെക്കപ്പെടേണ്ടവരാണ് എന്നിരിക്കെ നമ്മൾ അവിടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ബോസും ഒരു ആളും തമ്മിലുള്ള സാമാന്യ മര്യാദകൾ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഭാര്യ ഭർത്താവിനിടയിൽ കാണുന്നില്ല. ഓക്കെ, ഇനി ഈ ബന്ധത്തില് ഞാൻ ഈ താഴെ അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒന്ന്, പരസ്പരമുള്ള അനുമോദനമാണ്. ഓക്കെ, അതിങ്ങനെ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ആവശ്യമില്ല. ഇപ്പൊ ഒന്നാമത്തെ കാര്യം, ഈ പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞ് എന്താണ് പോസിറ്റീവ്, ആവശ്യമുള്ളിടത്ത് നമുക്ക് എങ്ങനെയാണ് അതിനെ ഒന്ന് റിവേഴ്സ് ചെയ്യുക, ഒന്നും നമുക്ക് മറന്നു പോയിരിക്കണം. എല്ലായിടത്തും എന്ത് ചെയ്യുക, കൈയടിക്കുക, നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യണം അത്. അനുമോദനം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതാ ഞാൻ ആദ്യമേ തന്നെ ഇമോഷണൽ ഡിസ്കണക്ഷന്റെ കാര്യം പറഞ്ഞത്. ഇഫ് യു ഹാവ് നോ ഇമോഷണൽ കണക്ഷൻ, ചുമ്മാ കൈയടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഫോട്ടോസ് ഇട്ടാൽ മതിയല്ലോ. അത് കിട്ടാത്ത കൊണ്ടിട്ടാണ് പല ആളുകളും എക്സ്പോഷേഴ്സ് കൂടുന്നത്. അവരവരുടെ പേഴ്സണൽ സ്പേസ്, പേഴ്സണൽ പിന്നെ എന്താ പറയാ ഇവന്റ്സ്, പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, സോഷ്യൽ മീഡിയാസിൽ കൊണ്ട് വിതറുന്നതിന്റെ പ്രധാന കാരണം ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഇറ്റ് ആക്ച്വലി ഫ്രം ദെയർ ഫാമിലി ഓർ ഫ്രം ഹസ്ബൻഡ് ഓർ ഫ്രം വൈഫ്. കിട്ടുന്നില്ല. അനുമോദനങ്ങൾ കിട്ടുന്നുണ്ട്, കൊള്ളാം, അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ അവിടെ എന്തിന്റെ അഭാവമുണ്ട്, ഒരു ഇമോഷന്റെ അഭാവമുണ്ട്, സ്നേഹത്തിൽ നിറഞ്ഞിട്ടുള്ള ഒരു അനുമോദനത്തിന്റെ അഭാവമുണ്ട്. മറ്റെന്താണ്, അനുതാപമാണ്, എംപതി, സഹതാപമല്ല. ഒന്നിച്ചു നിന്ന് അവനോടൊപ്പം അവന്റെ ആ പാതയത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവളുടെ പാതയത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അവളോട് തോന്നുന്ന ഒരു സഹബോധം, അനുതാപമാണത്. അത് അവളോട് മനസ്സ്, അവളോടോ അവനോടോ നമുക്കുണ്ടാകുന്ന മനസ്സിനകത്തുണ്ടാകുന്ന ഒരു തിളച്ചുമറിയല താപം, അതാണ് ആ വാക്ക്, അനുതാപം. അനുകമ്പയോടുകൂടിയുള്ള തപിക്കൽ, മനസ്സിങ്ങനെ തപിക്കുക. ഓ, വേദനയോ, അവളങ്ങനെ, അയ്യോ പാവം, അയ്യോ അവനങ്ങനെ, അയ്യോ ഒക്കെ എങ്ങനെ, അല്ലെങ്കിൽ ചേട്ടൻ അങ്ങനെ എന്ന തോന്നൽ. മറ്റൊന്നെന്താണ്, അംഗീകാരമാണ്. അതായത് എന്തിനാ അംഗീകരിക്കണേ, അതായത് പരസ്പരം ഇന്ന ആൾ, ഇയാൾക്കിത് സാധ്യമാണ്, ഇയാൾക്കിത് പോസിബിൾ ആണ് എന്ന് നമ്മൾ അംഗീകരിക്കാത്തിടത്തോളം കാലം ഇയാളെ ലോകത്ത് ഒരു മനുഷ്യൻ എന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല. അല്ലെങ്കിൽ അയാളെ എന്ന് ഉദ്ദേശിച്ചത് ബോത്ത് ജെൻഡർ, രണ്ടുപേരും, ആണോ അല്ലെങ്കിൽ പെണ്ണ്, ആരാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അംഗീകാരങ്ങൾ,
അത് അയാളിലുള്ള ഒരു വിശ്വാസമാണ്, അയാൾക്ക് സാധിക്കും എന്നത്. അത് കിട്ടേണ്ടത് ഏറ്റവും ഇന്റിമേറ്റ് സ്പേസ് ആയിട്ടുള്ള ഈ മാരേജ് റിലേഷൻഷിപ്പിൽ നിന്നാണ്. മറ്റൊന്ന് എന്താണെന്നറിയോ, വേറൊരു സംഭവം, ബേസിക് തിങ് ആകർഷണമാണ്. ഇല്ലിപ്പോ ആകർഷണം ഇല്ല. പരസ്പരം ആകർഷിക്കാൻ ഉള്ള ശ്രമമോ പരസ്പരം പിന്നെ ഈ പൊതുവെ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മുടെ ഒരു ടെൻഡൻസീസ്, ഒരു ഔട്ട്സൈഡ് അഫെയർ ടെൻഡൻസീസ് ഒക്കെ കൂടുതൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ എനർജി മൊത്തം പോകുന്നത് പുറത്താണ്. ഇനി അതല്ലെങ്കിൽ അകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഇവർക്കിടയിൽ ആകർഷണം തോന്നുന്ന വിധത്തിൽ ഇവർ ഒരുങ്ങുകയോ പരസ്പരം ഒന്ന് ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ദേ ആർ ഗെറ്റിംഗ് റെഡി ഫോർ an event, an evening event, or let that be, അതിപ്പോ ചിലപ്പോൾ ഒരു കല്യാണം അടങ്ങാകാം, അല്ലെങ്കിൽ എന്ത് പരിപാടികൾ, അവരത്ര ഒരുങ്ങുന്നില്ലേ? പക്ഷെ ഇവർ പരസ്പരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുങ്ങുന്നില്ല. ഇയാളെ കാത്തിരിക്കുന്നില്ല അവൾ, അല്ലെങ്കിൽ അവളെ കാത്തിരിക്കുന്നില്ല അവൻ. അങ്ങനെ പരസ്പരം ഒരു ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. കുറച്ചുകൂടി ഒന്ന് ഇന്റിമേറ്റ് ആയിട്ട് ചില വാക്കുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് പിന്നെ ഈ ആ ടേം ചിലപ്പോൾ പുതുതായിട്ട് പരിചയപ്പെടുന്ന ആളുകളായിരിക്കാം. സെക്ഷുവലി when we speak that it's kind of foreplay, that means touch എന്നതിൽ തുടങ്ങി, സ്പർശനങ്ങൾ തുടങ്ങി, അവിടെ നിന്ന് അങ്ങോട്ട് അവരോടുള്ള പരസ്പരമുള്ള പിന്നെ നോട്ടങ്ങളാണെങ്കിലും, പരസ്പരമുള്ള ചിരികളാണെങ്കിലും, അടുത്ത് നിൽക്കലുകളാണെങ്കിലും, ഒന്നിച്ചുള്ള ഒട്ടിയുള്ള ഇരിക്കലുകളാണെങ്കിലും ഒക്കെ ഈ ആകർഷിക്കാനുള്ള മാർഗങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? മറ്റൊന്ന്, ഇതൊന്നും നടക്കുന്നില്ല. കാര്യം അവിടെ ബേസിക്കലി എന്തില്ല, ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആണ്. പിന്നെ എന്താണ്, അഭിമാനം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിമാനം, അതൊരിക്കലും പോറലേൽക്കാതെ അവളുടെ അഭിമാനം എന്റെയും, എന്റെ അഭിമാനം അവളുടെയും ഒരു ബാധ്യതയായി, ഒരു ഉത്തരവാദിത്തമായിട്ട് എന്ത് ചെയ്യണം, എടുക്കപ്പെടണം. പരസ്പരം പലപ്പോഴും എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഈ ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ദേ വിൽ ബ്ലെയിം ഈച്ച് അതർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മാസ്. കൂട്ടുകാര്, കുടുംബക്കാർക്കിടയിലൊക്കെ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക, വെറുതെ പരിഹാസത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ അങ്ങോട്ടും ഒക്കെ പറയാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടിയ അവസരമാണ്. ഒരാള് ഇടക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവർ രണ്ടുപേരും അവരവർക്ക് പറയാനുള്ളത് ഇയാള് ത്രൂ പറയും. അപ്പൊ ഇടയിൽ ഇപ്പൊ ഇത്ര പറഞ്ഞ പോലെ ഇമോഷണൽ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഈ കപ്പിൾസിനിടയിൽ വരിക, പല ആളുകൾ ചില സമയത്ത് പെട്ടുപോകുന്നുണ്ട്. അത് കൗൺസിലേഴ്സിനും തെറാപ്പിസ്റ്റിന്റെ ഒക്കെ ഒരു ചലഞ്ചും ഒരു ത്രെറ്റും ഒക്കെ തന്നെയാണ്. അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഇനി റഫേൽ ലോറിറ്റ്സ് പറയട്ടെ, അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ചുമ്മാ ആരോടെങ്കിലും കൂടെ ജീവിക്കാം എന്നതല്ല, അവരില്ലാതെ ജീവിക്കാൻ ആവില്ല എന്നതാവണം സ്നേഹം, അല്ലെങ്കിൽ പ്രണയം, അല്ലെങ്കിൽ വിവാഹബന്ധം എന്നൊക്കെ പറയുന്നത്. അവരില്ലാതെ പറ്റില്ല എന്ന തോന്നൽ നമുക്ക് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരേത് നേരവും കൂട്ടിന് നിൽക്കണം എന്നല്ല, അവരേത് നേരവും ഇങ്ങനെ ഫീഡ് ചെയ്യണം എന്നല്ല. പക്ഷെ അവരില്ലാതെ എന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒറ്റപ്പെടൽ നമുക്ക് വിവാഹ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല. ഒറ്റപ്പെടൽ അനിവാര്യമാണ്. പക്ഷെ ആ ഒറ്റപ്പെടലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചുരുക്കാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവും. അതായത് ഈ താഴെ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ജീവിതങ്ങളിലോ ഒക്കെ. എങ്കിൽ അത് ഒറ്റപ്പെടലാണ് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, വിവരങ്ങൾ കൈമാറുന്നു പക്ഷെ വികാരങ്ങൾ ഇല്ലാതെ. നേരത്തെ സൂചിപ്പിച്ചല്ലോ, എന്താ പറയാ, ബാറ്ററി ഇട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്, പക്ഷെ തള്ളിക്കൊണ്ട് നടക്കുന്നു എന്ന് പറയണ പോലെ. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ചവിട്ടാൻ പറ്റുന്ന സൈക്കിളാണ്, പക്ഷെ എന്ത് ചെയ്യുന്നു, ഇറങ്ങി നടത്തി ഉന്തി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ആത്മാവ് എന്ന് പറഞ്ഞത്. പറഞ്ഞു വരുന്നത്, വികാരങ്ങളില്ലാതെ ഉള്ള ഈ വിവരങ്ങൾ കൈമാറുക, വെറുതെ ഇൻഫർമേഷൻസ് കൈമാറുന്ന ആളുകൾ. എന്താ പറയാ, പലർക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെ കുറിച്ചും, അല്ലെങ്കിൽ നാളെ കല്യാണമാണ് എന്ന് പറയുന്നതിനെ കുറിച്ചും, നാളത്തെ ആവശ്യത്തെ കുറിച്ചും, നേരെ മറിച്ച് പിന്നെ എന്താ അവസ്ഥ, സുഖമില്ലേ, എന്താണ്, ചിലതെല്ലാം പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ അടുത്തറിയാനുള്ള ശ്രമങ്ങൾ, പകരം ആവശ്യങ്ങളെ കുറിച്ചും തന്റെ ചില മോഹങ്ങളെ കുറിച്ചൊക്കെ മാത്രം മുന്നിൽ കണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള ചില ശ്രമങ്ങൾ, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ, വിവരങ്ങൾ മാത്രം കൈമാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാരൻനെസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മരുഭൂമി സമാനമായ ഒരവസ്ഥ. മറ്റൊന്ന്, ഇടയിൽ കർട്ടൻ ഇട്ടതുപോലെ തോന്നൽ. ഓക്കെ, ഒരു വല്ലാത്ത എന്തോ ഒരു മറ ഇടയിലുണ്ട് എന്നൊരു തോന്നലാണ്. മറ്റൊരു കാര്യം, ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈംഗികമായ ആവശ്യം നടക്കുന്നുണ്ട്, സ്വന്തം ആവശ്യം പോലെ, അവരവരുടെ ആവശ്യം പോലെ അതങ്ങോട്ട് നിർവഹിക്കുന്നു, അതങ്ങോട്ട് കഴിയുന്നു. അതൊരു ഇന്റിമസി അവിടെ കീപ്പ് ചെയ്യുന്നില്ല, ഒന്നും ലീവ് ചെയ്യുന്നില്ല, അവിടെ ഒന്നും ലെഫ്റ്റ് ആവുന്നില്ല. ദാറ്റ് മീൻസ്
അതിന്റെ ശിഷ്ടം സ്നേഹം അവസാനിക്കുന്നു, സ്നേഹം രൂപപ്പെടുന്നു, പരസ്പരമുള്ള ബന്ധം ഊർജിതമാകുന്നു. അത് സംഭവിക്കുന്നില്ല. പകരം പരസ്പരം ഒരു ടൂളായി എടുക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആയി പരിഗണിക്കപ്പെടുന്നു. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. പിന്നെ പരസ്പരം കാണുമ്പോഴുണ്ടല്ലോ, ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് അങ്ങനെ തന്നെയാണ്, ഈർപ്പം, ഒരു നനവ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വെറ്റ്നസ് ഉണ്ടല്ലോ, ഒരു തോന്നാതിരിക്കല്. പിന്നെ വിനോദങ്ങളിൽ ഇരിക്കുക, അങ്ങോട്ടും കൂടി മൊബൈലും വെച്ചിട്ട് അങ്ങോട്ടും കൂടി മാറിയിരിക്കുക, ടി വി കാണുക, വരുന്ന സമയങ്ങളിലൊക്കെ ഈ വിനോദങ്ങളിൽ രമിക്കുക. അവര് മിക്കവാറും അത്തരം കാര്യങ്ങളെ കുറിച്ചായിരിക്കും ചിന്തിക്കുക, പുറത്തു പോകുന്നതിനെ കുറിച്ചും, അല്ലെങ്കിൽ ചിലപ്പോ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എന്താ പറയാ, കിട്ടാത്തതിനെ കുറിച്ചും, അങ്ങനെ they are trying to fill that space of intimacy. ഈ രണ്ടു പേർക്കും ഇടയിലുള്ള ഇന്റിമസി ലാക്കിംഗ് ഉണ്ടല്ലോ, കുറവ്, ആ നഷ്ടത്തെ നികത്താനുള്ള, ആ വിടവിനെ അടച്ച് കളയാനുള്ള താൽക്കാലികമായ ഉപാധികളാണ് അവർക്കെല്ലാം വിനോദങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പാരന്റ്സിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ കപ്പിൾസ് തീർച്ചയായിട്ടും അവര് കൂടുതൽ ഈ ഔട്ടിങ് അല്ലെങ്കിൽ അതേപോലെ തന്നെയുള്ള പിന്നെ എന്റർടൈൻമെന്റുകളിൽ വ്യാപൃതരായിരിക്കും. എപ്പോഴും പുറത്താകുക, എപ്പോഴും ഔട്ടിങ്ങിന് പോവുക, എപ്പോഴും ഇങ്ങനെ ചില്ല് ചെയ്യുക, എപ്പോഴും ഇങ്ങനെ മൊബൈലിലായിരിക്കുക, എപ്പോഴും ബിസി ആയിരിക്കുക, എപ്പോഴും ഇങ്ങനെ അൺഅവൈലബിൾ ആയിട്ടിരിക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് they are trying to fill that vacuum through these kind of entertainments. പക്ഷെ അവർ അതിന് സംതൃപ്തരാകില്ല, അവരൊരു പോയിന്റിലേക്ക് എത്തേമില്ല എന്നത്, ഫ്രസ്ട്രേറ്റഡ് ആകുന്നു കൂടുതൽ അവരെത്തില്ല. അത് കാര്യം പ്ലഷർ മീൻസ് ഇറ്റ്സ് എ ഡെപ്ത്ലെസ് കൈൻഡ് ഓഫ്, എന്താ പറയാ, അതിന് ഒരു സീസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആഴമില്ലാത്തൊരു കടൽ പോലൊരു സാധനമാണ്. അപ്പൊ അദൃശ്യമാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. ദാറ്റ് മീൻസ് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പുറത്ത് കാണുന്നില്ല. കെമിസ്ട്രിയിൽ ഒരു വാക്ക്, രണ്ട് തരം പിന്നെ പ്രക്രിയകളെ കുറിച്ച് പറയാനുണ്ട്. ഒന്ന് എക്സോതെർമിക്, പിന്നെ ഒന്ന് എൻഡോതെർമിക്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ അത്യാവശ്യം സയൻസ് ബേസിക് നോളജ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അകമേ നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. അതിന്റെ മാറ്റങ്ങൾ പുറമേ പ്രകടമാകും, പക്ഷെ അതിന്റെ റിയാക്ഷൻ നടക്കുക അകമേ ആയിരിക്കും. ചിലപ്പോൾ പ്രകടമായിരിക്കണം എന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, ഇനി എന്താ സംഭവം? നമുക്കിവിടെ വേണ്ടുന്ന, നമുക്ക് ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം ആത്മബോധമാണ്. നമുക്ക് സെൽഫ് ഇമേജുകളുണ്ട്, ഐഡിയൽ ഡ്രീംസ് ഉണ്ട്, അംബീഷ്യസ് ലൈഫ് മുമ്പിലുണ്ട്. ഒറ്റ ചോദ്യമാണ്, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ആത്മബോധം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്താ അറിയാം? അല്ലെങ്കിൽ പോട്ടെ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ബോധമെങ്കിലും. അപ്പൊ ഈ അറിവാണ് നമ്മുടെ ഹീലിംഗിന്റെ തുടക്കം എന്ന് പറയുന്നത്. ദാറ്റ് നോവിങ് യുവർ സെൽഫ്, എന്താണ് ഞാൻ എന്നറിയുന്നതിലൂടെയാണ് എനിക്ക് ഈ ഫ്രീഡം ലഭിക്കുകയുള്ളൂ. ദാറ്റ് മീൻസ് ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് ഐഡിയൽ ഇമേജസ് ദാറ്റ് ഐ ഫോംഡ്. അതായത് അയാളെയോ അവളെയോ മാറ്റിയാൽ തീരുന്ന പ്രശ്നമല്ല എന്നാണ് ഈ പറഞ്ഞു വന്നത്. ഓക്കെ, ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് മുമ്പിൽ വരുന്ന ആളുകളോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, അയാളെ ഉപേക്ഷിക്കാം. അത് സ്വാഭാവികമായിട്ട് നമുക്ക് നിയമപരമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നാളത്തെ ഒരു പ്രക്രിയ, അത് കണ്ടു കഴിഞ്ഞാൽ തീരും. പക്ഷെ വിഷയമുണ്ടല്ലോ, നമ്മളുടെ അകത്ത് നടക്കുന്ന ഈ കാര്യം, നമ്മളിലുള്ള ഈ ഒരു വിഷയത്തെ അത് പരിഹരിക്കപ്പെടാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് കാണാനായിട്ട് സാധിക്കും, they are getting into same kind of people, same kind of relationship, same kind of marrying, same kind of fate. വിവാഹം, പിന്നെ വിമോചനം നടക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണേ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മളെ കുറിച്ച് എന്തില്ല, വ്യക്തമായൊരു ബോധം ഇല്ല. നമുക്ക് കറക്ഷൻസ് വേണം എന്നുള്ള, നമുക്ക് തിരുത്തലുകൾ വേണം എന്നുള്ള, നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാകണം എന്നുള്ള ആ ആത്മബോധം ഇല്ല. ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഈ വസ്തുക്കളെ മാറ്റും, പക്ഷെ നമ്മൾ മാറാത്തിടത്തോളം കാലം ഒരിക്കലും നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യില്ല, മാറില്ല. അത് തീർച്ചയാണ്. അപ്പൊ ഇനി നിങ്ങളിലുള്ള മാറ്റമാണ് പിന്നെ അനിവാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മളോട് ഇടയ്ക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്നറിയോ? നമുക്ക് ഇടക്കിടക്ക് നമ്മളോട് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ആത്മബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരട്ടെ. ഒന്നെന്താ അറിയോ? ഇയാളിൽ അല്ലെങ്കിൽ ഇവളിൽ നിന്ന് എനിക്ക് എന്താണ് വേണ്ടത്? ഓക്കെ, ഞാൻ പ്രതീക്ഷിക്കുന്നതെല്ലാം, എനിക്ക് തോന്നുന്ന വിഷമങ്ങളെല്ലാം ഇയാളിൽ അല്ലെങ്കിൽ ഇവളിൽ നിന്ന് മാത്രമാണ്. ഞാൻ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും, എൻ്റെ പ്രശ്നങ്ങളുടെ എല്ലാ സ്രോതസ്സും ഇയാളാണോ അല്ലെങ്കിൽ ഇവളാണോ? ഓക്കെ, അതായത് ഞാൻ പ്രതീക്ഷിക്കുന്നതെല്ലാം ഇയാളിൽ നിന്ന് എനിക്ക് ലഭ്യമാകുമോ? ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു അംബീഷ്യസ് ലൈഫ് എല്ലാം ഇയാളാണോ എനിക്ക് നൽകി? ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു വ്യക്തിയാണോ എനിക്ക് നൽകേണ്ടത്?
ഈ ചോദ്യമാണ് നമ്മുടെ ആത്മബോധത്തിലേക്കുള്ള ഒരു പോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് മനഃശാസ്ത്രം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മറ്റുള്ളവരെ മാറ്റാനാവില്ല. ഓക്കെ, നമുക്ക് മറ്റുള്ളവരെ മാറ്റാനായിട്ട് സാധിക്കില്ല. അത് ഞാൻ ഖുർആനിൽ നിന്നൊരു ഒരു വാക്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒരു പൊതുവെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പ്രവാചകൻ മുഹമ്മദിനോട് ദൈവം ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യരോട് ഇങ്ങനെ നന്മ പ്രഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആരും ആ നന്മയിലേക്ക് വരുന്നില്ല എന്നതിൽ ഖേദം കൊണ്ട്, വേവത കൊണ്ട് വല്ലാതെ ദുഃഖിതനായി ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന പ്രവാചകനോട് ദൈവം പറഞ്ഞു, പ്രവാചകരെ, താങ്കള് ഈ പോയ അത്രയും മതി, അത്ര ദൂരം പോയാൽ മതി. അതിനപ്പുറം മനുഷ്യരുടെ മനസ്സ് എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അവരോട് ഉദ്ഘോഷിക്കാനും അവരോട് പ്രബോധനം ചെയ്യാനും അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനും താങ്കൾക്ക് സാധിച്ചു. പൂർണ്ണമായിട്ടും അവരുടെ മനസ്സ് എന്റെ കയ്യിലാണ്. അവരുടെ മനസ്സ് മറ്റൊരു കാര്യമാണ്, അതിനെ മാറ്റുകയല്ല നിങ്ങളുടെ ലക്ഷ്യം, പകരം അവരോട് പറയുക എന്നതാണ്. അപ്പൊ മനഃശാസ്ത്രം അതിനെ കറക്റ്റ് ചെയ്ത് പറയാണ്. ദാറ്റ് മീൻസ് അതിനെ ഇക്വലൈസ് ചെയ്ത് പറയാണ്, നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ സാധ്യമല്ല. പിന്നെ എന്താ സാധിക്കുന്നത്? നമ്മൾ അയാളെ അല്ലെങ്കിൽ അവളെ കാണുന്ന രീതിയിലാണ് അത് സാധ്യമായത്. ഓക്കെ, ദാറ്റ് മീൻസ് തെറാപ്പിയിൽ കൊടുക്കേണ്ടത് എന്താ? ഇത് വികാരങ്ങളെ മനസ്സിലാക്കാനും അത് യഥാവിധി പ്രകടിപ്പിക്കാനും പഠിപ്പിക്കണം. അവരെ അകറ്റുന്ന പ്രേരണകൾ കണ്ടെത്തി എന്ത് ചെയ്യണം? തിരുത്തണം. പരസ്പരം അകറ്റുന്ന പ്രേരണകളുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില പ്രേരണകൾ, ചില തോന്നലുകൾ. ഈ അകറ്റുക എന്ന സാധ്യത വളരെ കൂടുതലുള്ള ഒരു ബന്ധമാണ് വിവാഹബന്ധം. അകലാനാണ് ഏറ്റവും കൂടുതൽ കാരണങ്ങളുള്ളത്. നോക്കൂ, നിങ്ങൾ തന്നെ നിങ്ങളുടെ വിവാഹത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എടുത്ത് നോക്കിക്കേ, അകലാനുള്ള കാരണങ്ങളല്ലേ ഏറ്റവും കൂടുതലുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒടുവിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങളുടെ തോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അകലാനുള്ള കാരണങ്ങളാണ് കൂടുതൽ എല്ലാ ബന്ധങ്ങളിലും ഉള്ളത്. അടുത്തിരിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞു വന്നതെല്ലാം. നമുക്ക് കണ്ടെത്തിയില്ലെന്നുണ്ടെങ്കിൽ ഈ ബന്ധങ്ങൾ എന്ന് എടുത്തു പറയുന്നതിന്റെ പ്രധാന കാരണം, ബന്ധങ്ങൾക്ക് നമ്മുടെ ഇന്റിമസി ആവശ്യമാണ്, നമ്മുടെ പ്രസൻസ് ആവശ്യമാണ്, നമ്മുടെ ഫോക്കസ് ആവശ്യമാണ്, നമ്മുടെ കൈൻഡ്നെസ് ആവശ്യമാണ്, നമ്മളെ തന്നെ ആവശ്യമാണ്. അതല്ലാതെ നമുക്ക് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് പറ്റില്ല. പകരം ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യർക്ക്, ഇന്ന് അംബീഷ്യസ് ആയിട്ടുള്ള, ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള, സ്വന്തം കാര്യങ്ങളിൽ മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്ന, വിനോദങ്ങളിൽ മാത്രം വ്യാപൃതരായിരിക്കുന്ന മനുഷ്യർക്ക് ചിലപ്പോൾ ഇത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എക്സെപ്ഷണൽ കേസുകൾ ഉണ്ട് എന്ന് ഞാൻ എടുത്ത് പറയുകയാണ്, ജാമ്യം എടുത്തിരിക്കുകയാണ് മുൻകൂട്ടി തന്നെ. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ മാറ്റാനാവില്ല എന്നത് മനസ്സിലാക്കുകയും ഒപ്പം തന്നെ അവരെ കാണുന്ന രീതിയിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുമ്പോൾ ഈ വ്യക്തി നമുക്ക് വേണ്ട വിധത്തിൽ നമ്മൾ സ്വീകരിക്കാതെ അയാൾക്ക് സാധ്യമായ വിധത്തിൽ നമുക്ക് അയാളെ സ്വീകരിക്കുന്നതിലൂടെ ഈ പറഞ്ഞ ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു? കൂടിച്ചേരാനായിട്ട്, തുന്നിച്ചേർക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ദാറ്റ് മീൻസ് ഒന്നുകൂടി സമപ്പ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ബന്ധം തുന്നിച്ചേർക്കാൻ നമുക്ക് വേണ്ടത് എന്താ? പ്രധാനമായിട്ട് താഴെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അറിയാനായിട്ട് കേൾക്കുക, പറയാനായിട്ടല്ല, അറിയാൻ വേണ്ടിയിട്ട് കേൾക്കുക. എന്താണ് ഇയാൾ പറയാൻ ഉദ്ദേശിക്കണേ? ചിലപ്പോൾ പറയുന്നതിന് ഉള്ളിലായിരിക്കും കാര്യം കിടക്കുന്നത്. ചിലപ്പോൾ ഇയാളെ അസ്വസ്ഥനായിരിക്കാം, മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം. പക്ഷെ നമ്മളോട് പറയുന്നത് സാധ്യമല്ല, പറ്റില്ല എന്ന വാക്കായിരിക്കാം. പക്ഷെ അതെന്തുകൊണ്ടാണ് അയാൾക്ക് പറ്റാത്തത്? ചിലപ്പോൾ ഇയാളുടെ ആരോഗ്യകരമായ എന്തെങ്കിലും വിഷയമായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഭയമായിരിക്കാം. അതറിയണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ലിസൺ ടു ഹിം ഓർ ഹെർ. ഓക്കെ, ഒന്നിച്ചിരിക്കൽ എന്ത് ചെയ്യുക? പരിശീലിക്കുക. മറ്റൊരു പരിശീലനമാണ്. മൂന്നാമത്തത് അർത്ഥമുള്ള സംസാരങ്ങൾ കൂട്ടുക. ആവശ്യമുള്ള കാര്യങ്ങളിൽ അർത്ഥമുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യുക? സംസാരിക്കുക. സംസാരിച്ച് തുടങ്ങിയാൽ അത് നല്ല ഒരു പര്യവസാനത്തിൽ കൊണ്ട് എത്തിക്കുകയും ചെയ്യുക. നാലാമത് ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യുക? എന്നെയും അല്ലെങ്കിൽ എന്നെ പോലെയുള്ള തെറാപ്പിസ്റ്റുകളെ എന്ത് ചെയ്യുക? വിളിക്കുക. മനസ്സിലായില്ലേ? അത് അതിന്റെ ഭാഗം തന്നെയാണ്. തുന്നി ചേർക്കാൻ ചില സമയങ്ങളിൽ നമുക്ക് ഒറ്റയ്ക്ക് സാധിച്ചെന്ന് വരില്ല. ഇപ്പൊ എനിക്ക് ആസ് എ തെറാപ്പിസ്റ്റ് അല്ലെ കൗൺസിലർ ചില സമയങ്ങളിൽ എനിക്കും അത് ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പോൾ ഇതൊരു എൻറ്റിറ്റി അല്ല, ദാറ്റ് കൈൻഡ് ഓഫ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രദേശമായിട്ട് മാത്രം നമ്മൾ കാണുന്നില്ല. പകരം ഞാൻ പറയുന്നത് ദിസ് ഈസ് ആൻ എസെൻഷ്യൽ റിക്വയർമെന്റ് ഫോർ ഓൾ ഓഫ് us. ഓക്കെ, അപ്പോൾ അടുപ്പം കൂട്ടാൻ, ഒറ്റപ്പെടൽ കുറക്കാൻ ഇതൊക്കെ എന്താണ്? ധാരാളം. ഇതൊക്കെ മതി. ഇത്രയും അത്യാവശ്യം ചേർന്നാൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് ഈ പറഞ്ഞ ഒറ്റപ്പെടലിനെ, അകൽച്ചയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ദ ടൈം ഈസ് ഓൾമോസ്റ്റ് 8:57. ഞാൻ നമ്മുടെ പര്യവസാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മപരിശോധനയാണ് മരുന്ന് എന്നാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ
ഒരു ചുരുക്കം. അപ്പൊ അവരുടെ പരിവർത്തനം, ആരുടെ, നമ്മുടെ ആ ഇണയുടെ പരിവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ പരിണാമത്തിലാണ്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ദാറ്റ്. അവരുടെ പരിവർത്തനം നമ്മുടെ പരിണാമത്തിൽ ആണ്. ആ പരിണാമം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പെയിൻഫുൾ ജേർണി. ഓക്കെ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എ കൈൻഡ് ഓഫ് ഫിസിക്കൽ അബ്യൂസ്, എ കൈൻഡ് ഓഫ് ഡേഞ്ചറസ് ആൻഡ് ടോക്സിക് ആൻഡ് എ കൈൻഡ് ഓഫ് നമ്മുടെ ജീവിതത്തിന് ഹാനിയാകുന്ന വിധത്തിലുള്ള ജീവിതത്തിലെ അത് സഫർ ചെയ്ത് കൊല്ലപ്പെട്ടു പോവുക, ഇല്ലാതായി പോവുക, ആ ഒരു കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദി 89% ഓഫ് ലൈഫ്. ബാക്കി അത് എക്സെപ്ഷണൽ കേസ് അവിടെ നിൽക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും അല്ല നമ്മുടെ ടോപ്പിക്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ കുറിച്ചാണ്. ആ ഒരു ട്രാക്കിൽ പോകുന്ന ചിന്തകൾ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കീപ് ദാറ്റ് അപ്പാർട്ട് ഫോർ എ വൈൽ പ്ലീസ്. അത് അവിടെ നിൽക്കട്ടെ. അത് നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വിഷയം നമുക്ക് അദ്ദേഹം സംസാരിക്കാം. അപ്പോ അത് വേറൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോ ബന്ധം ശക്തമാകും തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. നമ്മളെ പരിവർത്തനത്തിൽ ഫോക്കസ് ചെയ്യുക, അവരിൽ പരിണാമം ഉണ്ടാകും. ഈ ബോധം നമുക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് നൽകുന്ന ഒരു സാധനമാണ്. എന്താണ് ഹീലിംഗ്? എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ ആത്മബോധത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വിമോചനമുണ്ട്. അതാണ് ഈ വിമോചനം നൽകുന്നതാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. തിരിച്ചറിവാണ്. അതായത് ഞാനിപ്പോൾ എന്നെ കുറിച്ച് ഈഗോയ്ക്കായി കരുതി വെച്ചിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. പല വിധത്തിലുള്ള സ്റ്റബേൺനെസ് നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. ചിലപ്പോൾ പല അംബിഷൻസ് നമുക്ക് ചിലപ്പോൾ അത് താൽക്കാലികമായി നീക്കി വെക്കേണ്ടി വരും. ഇതൊക്കെ ഇതിന്റെ ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങൾ നിർബന്ധമായി വളരെയധികം കൺട്രോൾഡ് ആയും ഡിസിപ്ലിൻഡ് ആയിട്ടും നിർവഹിച്ചതിന്റെ ഭാഗമാണ് ഇന്നോളം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി. ഇനി അവിടെ നിൽക്കട്ടെ, ഞാനത് പറയട്ടെ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സകലമാന സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ all kind of crime stems out from the destruction of family system. നിങ്ങൾക്കത് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ മുൻപൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന ന്യായം അവിടെ ഉണ്ടാകാം. പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, മുൻപ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ ഇന്നലെ ഉണ്ടായതല്ല, അത് കുറെ ഇന്നലകളിൽ ഉണ്ടായതാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നോട്ടം എത്തുന്ന ഒരു 10-40 വർഷമൊക്കെ ചിലപ്പോൾ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ്. നമ്മുടെയൊക്കെ പാരന്റ്സ് ഒക്കെ ജീവിച്ചുകൊണ്ടിരുന്നത് മുതലേ തന്നെ, അല്ലെങ്കിൽ അവരുടെ പാരന്റ് മുതലേ തന്നെ ചിലപ്പോൾ ഇതിന്റെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നലകളെ നോക്കിയിട്ട് എന്ത് ചെയ്യരുത്, ഇന്നത്തെ എന്ത് ചെയ്യരുത്, നമ്മളത് ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പൊ ഈ ബോധം നമുക്ക് വിമോചനം നൽകും. മറ്റേ ആളോട് അല്പം എന്ത് ചെയ്യാം, ദയോടുകൂടി പെരുമാറുകയും ചെയ്താൽ അത്യാവശ്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് വളരെ രസകരമായി തന്നെ പോകാനായിട്ട് പറ്റുമെന്ന്. അപ്പം ഇനി നമ്മുടെ റഷ്യൻ നോവലിസ്റ്റ് ആയിട്ടുള്ള ഈ എന്താ പറയാ എക്സിസ്റ്റൻഷ്യലിസത്തെ കുറിച്ചും അല്ലെങ്കിൽ അതേപോലെയുള്ള സഫറിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് എഴുതിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് എഴുതിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. സാഹിത്യം ഇവിടെ ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരാളെ സ്നേഹിക്കുക, പ്രണയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, എന്നാൽ ദൈവം അയാളെ കാണാൻ ശ്രമിക്കുന്നത് പോലെ അയാളെ നമ്മളും കാണുക എന്നതാണ്. ഓക്കെ, സോ കോട്ടിങ് സം പീപ്പിൾസ്, എസെൻഷ്യൽ പീപ്പിൾസ് ഹിയർ. മറ്റൊരു കോട്ടിങ് ഇങ്ങനെയാണ്, ഓഷോ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ വേറെ സൈഡൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല, ബട്ട് എന്താ പറയാ, ഒരു ഉപകാരപ്പെടുന്ന ഒരു കോട്ടായതുകൊണ്ടിട്ട് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നതാണ്. ഒന്നും കളയാതെ ഒരു മനുഷ്യനെ മൊത്തമായിട്ട് എടുത്തിട്ടും നിങ്ങൾക്ക് അയാളോട് തോന്നുന്ന അടുപ്പത്തെയാണ് സ്നേഹം എന്ന് പറയുന്നതെന്ന് ഓഷോ. രണ്ടാമത് പ്ലേറ്റോ പറഞ്ഞാണ്. രണ്ടാമത് ഓഷോ പറഞ്ഞൊരു വാക്കാണ്, അപൂർണരായ 2 മനുഷ്യരുണ്ടല്ലോ, ആവശ്യങ്ങൾ പങ്കുവെക്കുന്നു എന്ന്. അപൂർണരായ മനുഷ്യര്, അതായത് തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത, പരസ്പരം ഈ വിധത്തിലുള്ള ഹീലിംഗ് നടന്നിട്ടില്ലാത്ത, ആ ഇമോഷണൽ കണക്ഷൻസ് ഇല്ലാത്ത ആ മനുഷ്യരല്ലേ, അവരെന്താ പറയുന്നത്, ആവശ്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക. പൂർണ്ണരായ 2 മനുഷ്യർ ചെയ്യുന്ന എന്താ അറിയോ, സ്നേഹമാണ് പങ്കുവെക്കുക. അവരുടെ ഇടയിൽ പങ്കുവെക്കപ്പെടുന്നത് സ്നേഹമാണ്. ടാഗോർ പറയുന്നു, ആത്മാവിന്റെ അനന്തമായ വിമോചനമാണ് സ്നേഹം. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിൽ പയറ്റാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയണല്ലോ, എന്നാലല്ലേ ക്ലാസ് പൂർത്തിയാവുള്ളൂ. ഇതൊക്കെ ഒന്ന് പരിശീലിക്കാം. അതായത് ഇമോഷണൽ ജേർണലിംഗ് നല്ലൊരു സാധ്യതയാണ്. ഇതിനെക്കുറിച്ച് വിശദമായൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ അപ്രോച്ച് മീ. എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു തെറാപ്പിസ്റ്റിനെ, റിലേഷൻഷിപ്പ് കോച്ച് എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് എന്നെയും എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാവുന്നതാണ്. ഇമോഷണൽ ജേർണലിംഗ്, അതേപോലെ തന്നെ നമ്മുടെ എംപതി ബിൽഡ് ചെയ്യുന്ന പ്രാക്ടീസുകൾ, അനുതാപം വളർത്തൽ, നന്ദിയുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കൽ, പരസ്പരം ആവശ്യങ്ങളില്ലാതെ, ഒരു ആവശ്യമില്ലാതെ പരസ്പരം ആവശ്യങ്ങൾ പറയാനായിട്ടല്ലാതെ ചുമ്മാ ഇരിക്കുക, അത് വളരെ രസകരമായിട്ടുള്ള പരിശീലനമാണ്. വേറെന്താ,
സ്പർശനങ്ങളാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഇടക്കിടക്കുള്ള ഈ സ്പർശനങ്ങൾ തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്ത് നിർത്തുന്നത്. അത് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ഒരു ഫേമസ് ഒരു കോട്ട്, പിന്നെ ഒരു ജഡ്ജ്, ഒരു ഫാമിലി കോർട്ട് ജഡ്ജ് ഈ അടുത്ത് നമ്മുടെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അവര് നേരിട്ട ഒരു വലിയ ഒരു അനുഭവം ഇങ്ങനെയാണ്. അതായത് പിരിയലിന്റെ ഏറ്റവും വക്കോളം എത്തി നിൽക്കുന്ന രണ്ടുപേരിട്ടാ പിരിഞ്ഞു, ഏകദേശം അങ്ങനെ നിൽക്കുകയാണ്. അവരത് പൂർത്തിയായി, പ്രൊസീജിയറുകളൊക്കെ പൂർത്തിയായി, അവര് സെപ്പറേറ്റഡ് ആയി. ഇറങ്ങുന്നതിനിടക്ക് ഈ ഭർത്താവ് ഈ ഭാര്യയോട് കണ്ണിൽ നിന്ന് നോക്കിയിട്ട് വല്ലാതെ വിതുമ്പിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പോട്ടേട്ടോ, കുഴപ്പമില്ല, സാരമില്ല എന്ന് ഇങ്ങനെ കവിളിൽ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ തലോടിയിട്ട് ഇങ്ങനെ പറഞ്ഞത്. ആ ഒറ്റ കാരണം കൊണ്ടിട്ട് അവര് റീയൂണൈറ്റ് ചെയ്തു. ആ അനുഭവം എനിക്ക് ഭയങ്കര രസകരമായിട്ടാണ് ഞാനത് കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് ആ ഒരു തൊടലില്ലേ, ആ ഒരു അടുത്തുള്ള ഇരിപ്പുകളൊക്കെ പരസ്പരം, അത് ആ പെണ്ണുങ്ങൾ മാത്രമല്ല കേട്ടോ അർഹിക്കുന്നത്, തിരിച്ച് ആണുങ്ങളും അർഹിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതേപോലെ തന്നെ ഒരു കൗൺസിലറുടെ വീക്ഷണം ഇങ്ങനെയാണ് ഇതിനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഒരു കൗൺസിലർ, ആസ് എ കൗൺസിലർ നമ്മുടെ കുറച്ച് വീക്ഷണങ്ങൾ ഇവിടെ പറയാം. ഒറ്റപ്പെടലുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതൊരു അസുഖമല്ല, അതൊരു അനിവാര്യതയാണ്. തിരിച്ചറിവിന്റെ എന്തിനാ, അതൊരു സൂചനയാണ്, അതൊരു അനിവാര്യതയുമാണ്. ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മളെ തിരിച്ചറിയാനുള്ള അവസരമാണ്. കേൾക്കാൻ എന്തോ ബാക്കി ഉണ്ടെന്ന ബോധമാണത്. തെറാപ്പിസ്റ്റ് എന്ത് ചെയ്യണം, ഒരു ദർപ്പണമാകണം. അവർക്ക് അവരെ കാണാൻ സഹായിക്കുന്നവരായി നമ്മൾ മാറണം. മറ്റൊന്നെന്താണ്, അകൽച്ചയ്ക്ക് ശേഷം ഒന്നിച്ചിരിക്കുമ്പോൾ ഒളിച്ചു വെച്ച വികാരങ്ങൾ പുനർജനിക്കും എന്നുള്ളത്. അത് ഭയങ്കര ഒരു ഫീലാണത്. അതുകൊണ്ട് അടുത്തിരിക്കാൻ മടിക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായെന്നുണ്ടെങ്കിലും പരസ്പരം ചിരിക്കാനും പ്രശ്നത്തെ മാറ്റി നിർത്തി പരസ്പരം ചിരിക്കാനും ഇരിക്കാനും ഒക്കെ നമുക്ക് പറ്റണം. പരസ്പരം കേൾക്കൽ സാധ്യമാകുന്നു. ആദ്യമായി അവർ അറിയാൻ എന്ത് ചെയ്യുന്നു വേണ്ടിയിട്ട് കേട്ടു തുടങ്ങും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമുക്ക് അറിയാൻ വേണ്ടി കേട്ടു തുടങ്ങുന്നത് എന്ന് മുതലാണോ അങ്ങോട്ടും ഇങ്ങോട്ടും, അവിടെ ആവശ്യങ്ങളും സ്വാഭാവികമായി പിന്നെ നടക്കുകയും അതിനേക്കാൾ മുമ്പിൽ പരസ്പരം പരിഗണിക്കുക എന്ന ആവശ്യം നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ചുരുക്കമാണ്, ഐ ആം വൈൻഡിങ് അപ്പ് ദി സെഷൻ. ഐ നോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ജസ്റ്റ് ഒരു ഗിവിംഗ് മോഡാണ്. അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ. എനിക്കറിയാം നിങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് ഇത് വല്ലാതെ അരോചകമാണ്, ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ പ്രത്യേകിച്ച്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അപ്പോ ഉള്ളിലേക്കുള്ള ഒരു പ്രയാണത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. നമുക്ക് കേവലം സയൻസ് കൊണ്ട് മാത്രം ജീവിച്ചു പോകാൻ പറ്റില്ല. we all should have a kind of spirituality. അതിനെ കുറിച്ച് കൂടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കണേ. ഉള്ളിലേക്കുള്ള ഒരു പ്രയാണമാണ് ഒറ്റപ്പെടൽ നൽകുന്ന സമ്മാനം. അപ്പൊ അതുകൊണ്ട് ഒറ്റപ്പെടൽ ഒരു രോഗമല്ല. അതിനെ കണ്ടുകൊണ്ട് പേടിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, വിവാഹ ജീവിതങ്ങളിൽ നിങ്ങൾ ഒളിച്ചോടരുത് എന്ന് നമ്മളും അതുപോലെ തന്നെ നമ്മുടെ യുവതലമുറക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, അത് നമ്മൾ ആദ്യമായി കാണുകയാണ്. അതുകൊണ്ടാണ് നമുക്കറിയില്ല ഇങ്ങനത്തെ ഒരു സ്നേഹത്തെ നമുക്ക് എങ്ങനെ അറിയാം. ഇത്ര അടുത്ത് നിൽക്കുന്ന സ്നേഹത്തെ നമുക്ക് കണ്ടിട്ടില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ എന്താ, നമ്മൾ ഒറ്റക്ക് ജനിച്ചവരല്ലേ, കുറച്ചാള് ഒന്നിച്ച് നമ്മൾ കഴിയാണ്. ഈ സത്യമാണ് സ്നേഹം, ഈ സത്യമാണ് ശരിക്കും സ്നേഹം. എല്ലാ മനുഷ്യരും ഒറ്റപ്പെട്ട മനുഷ്യരാ, എല്ലാവരും ഒറ്റപ്പെട്ടവരാ. അപ്പോ അത് അതായത് പിന്നെ അധികാരം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, ആരും കെട്ടിയിടാനൊന്നും നിൽക്കണ്ട, അഴിച്ചു വിടുകയും വേണ്ട. അത് പ്രത്യേകം പറയണമല്ലോ. സ്വന്തത്തെ അറിയാനും സ്വതന്ത്രരാകാനും പരസ്പരം സഹായിക്കാം. ഇതാണ് എനിക്ക് അവസാനമായിട്ട് പറഞ്ഞ് ചുരുക്കി നിർത്താനുള്ളത്. ഞാൻ ഇതിനു വേണ്ടിയിട്ട് വായിച്ചതും റെഫർ ചെയ്തതുമായിട്ടുള്ള കുറച്ച് 1-2 പുസ്തകങ്ങൾ എല്ലാം ഇതിൽ വായിച്ചാണെന്ന് പറഞ്ഞാൽ അത് നുണയായിട്ട് മാറും. പക്ഷെ അതിനകത്തുള്ള ഒരു 4ഓളം പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്ന് ഓഷോയുടെ ലവ്, ഫ്രീഡം ആൻഡ് അലോൺനെസ്. അതേപോലെ തന്നെ എസ്തർ പെരേലിന്റെ വളരെ ഫേമസ് അറിയപ്പെടുന്ന റിലേഷൻഷിപ്പ് കോച്ചാണ് മേറ്റിംഗ് ഇൻ ക്യാപ്റ്റിവിറ്റി. അതേപോലെ തന്നെ എറിക് ഫ്രോമിന്റെ, അത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് ആദ്യം ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. സിമ്പിൾ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയാൽ മതി. ആർട്ട് ഓഫ് ലവിങ് ഭയങ്കര ഡീപ്പായിട്ടുള്ള ബുക്കാണ് അത്. അപ്പൊ അതുകൊണ്ട് കെയർഫുൾ. അത്തരം പുസ്തകങ്ങളിലേക്കൊക്കെ പോയിട്ട് പുസ്തകം വായിച്ച് ബന്ധം തകർന്നു പറയരുത്. ഇനി അതുപോലെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ റെഫറൻസുകൾ. വായിക്കാൻ ഇഷ്ടമുള്ള മനുഷ്യരാണെന്നുണ്ടെങ്കിൽ വായിക്കുക. ഏതോ ഒരു മനുഷ്യൻ പറഞ്ഞ പോലെ അതും നമുക്ക് വിവേകം തരും. ആൻഡ് റിയലി താങ്ക് യു ഓൾ.